ക്യാറ്റ്ലി സ്കിൽ ഹബ് ഒരുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി 6 മാസ പഠനം, മികച്ച ജോലി. അപ്പോൾ നരേന്ദ്രമോദി 56 ഇഞ്ചും വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇനി കൃത്യമായിട്ടും ഇന്ത്യയിലെ ജനങ്ങളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാർക്കും മോഡിക്ക് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവരെ തല്ലി തീർത്തിട്ടും അവരെ കളിയാക്കിയിട്ടും അവരെ അപഹസിച്ചുമല്ല മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പാണ് മോഡിക്ക് പ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അല്ല, പാർലമെന്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ തന്നെ ആടുന്നല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പാർലമെന്റ് സമ്മേളനത്തിലും ഞങ്ങൾ പ്രതിപക്ഷം ശക്തമായിട്ട് ഒറ്റക്കെട്ടായിട്ട്, ഇപ്പോൾ ഡീലിമിറ്റേഷൻ ബില്ല് വന്നപ്പോൾ താങ്കൾ കണ്ടതാണ്. അപ്പോൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായിട്ട് സർക്കാരിന്റെ ജനാധിപത്യ വിരുദ്ധ നിയമനിർമ്മാണങ്ങളായാലും സമീപനങ്ങളായാലും ശക്തമായിട്ട് തുറന്നു കാട്ടി എതിർക്കാറുണ്ട്. ഞങ്ങൾ ഈ പ്രാവശ്യം അതിന് ശക്തി കൂടിയിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ 5 ദിവസക്കാലം പാർലമെന്റ് നടന്നില്ല. ഞങ്ങളുടെ ഒറ്റ ഡിമാൻഡായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം എടുത്തത്. അവർ രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന നിലപാടെടുത്തു. അവസാനം ഈ വിദ്യാർത്ഥികളുടെയും യുവതയുടെയും അചഞ്ചലമായ പോരാട്ടത്തിനോടൊപ്പം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ പോരാട്ടവും കൂടിയായപ്പോൾ നരേന്ദ്രമോദിക്ക് മുട്ടുമടക്കേണ്ടി വന്നു, പിൻവലിച്ചു. അപ്പോൾ നാളെ ഇനിയിപ്പം അവർ നിയമനിർമ്മാണം കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പരീക്ഷാ രീതികൾ കുറ്റമറ്റതാക്കാനും കുറച്ചുകൂടി സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് വെച്ചുകൊണ്ടുള്ള ബില്ല് കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബില്ലിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, നാളെ മുതൽ അങ്ങോട്ടുള്ള പാർലമെന്റ് സ്ട്രാറ്റജി എങ്ങനെ തീരുമാനിക്കണം എന്നാലോചിക്കാൻ നാളെ രാവിലെ 9:45 കാർഗേജിയുടെ മുറിയിൽ യോഗം വിളിച്ചിട്ടുണ്ട് പാർലമെന്റിനകത്ത്. അവിടെ വെച്ച് ഞങ്ങൾ എല്ലാ പ്രതിപക്ഷക്കാരുമായിട്ട് ആലോചിച്ച് ഒരു യുനാനിമസ് ആയിട്ടുള്ള തീരുമാനമെടുക്കും. ഈ സർക്കാരിന് ഒരു സംശയവും വേണ്ട, ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ഒന്ന്, ആഭ്യന്തരമന്ത്രി മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട്. ഈ വിദ്യാർത്ഥി സമരം സമാനതകളില്ലാത്ത രീതിയിലാണ് പോലീസ് നേരിട്ടത്. ഡൽഹി പോലീസ്, പട്ടാളം, അതുപോലെ CRPF ഒക്കെ ഒന്ന് നേരിട്ടത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ പെല്ലറ്റ് ഉപയോഗിച്ചത്? ഏത് രീതിയിലുള്ള ആയുധങ്ങളായിരുന്നു ഉപയോഗിക്കാൻ പറഞ്ഞിരുന്നത്? ആരുടെ നിർദ്ദേശമനുസരിച്ചാണ്? അമിത്ഷായുടെ നിർദ്ദേശമനുസരിച്ചാണോ? ഈ ഉത്തരം അദ്ദേഹം നാളെ പാർലമെന്റിന് പറയാൻ ബാധ്യസ്ഥരാണ്. ആഭ്യന്തര വകുപ്പിന്റെ നടപടികളെല്ലാം ശക്തമായിട്ട്, ഈ സമരത്തിൽ ആഭ്യന്തര വകുപ്പ് എടുത്ത നടപടികളെല്ലാം ശക്തമായി ചോദ്യം ചെയ്യപ്പെടും ഈ പാർലമെന്റിൽ. അതിനൊക്കെ ഉത്തരം കിട്ടിയിട്ട് മാത്രമേ ഈ ചർച്ച സുഗമമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അതോടൊപ്പം ഐവാഷായിട്ടുള്ള നടപടികളല്ല വേണ്ടത്. കൃത്യമായിട്ടുള്ള നടപടികളുടെ ക്രമം എന്താണെന്ന് ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ മറ്റു ഡിമാൻഡുകളുണ്ട്. അക്കാര്യത്തിൽ എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഗവൺമെന്റ് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ആവശ്യം എപ്പോഴും അന്തസ്സുണ്ടെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി 2 വീഡിയോ ജെൻസി പോപ്പുലേഷന് വേണ്ടി കൊടുത്തല്ലോ, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട്. അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ താങ്കളുടെ മൂക്കിന് മുന്നിൽ ഇത്രയും ക്രൂരമായി ഒരു വിദ്യാർത്ഥി വേട്ട നടന്നിട്ട് അത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ആർജവും പോലും അധികം കാണിച്ചിട്ടില്ല. അതിന് മാപ്പ് പറയുക തന്നെ വേണം. രാജ്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ആ പോലീസ് അതിക്രമങ്ങളിൽ പാവപ്പെട്ട കുട്ടികളെ പേപ്പട്ടികളെക്കാൾ മോശമായിട്ട് തല്ലിത്തീർക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നത് അങ്ങേയറ്റത്തെ ലജ്ജാവഹമാണ്. അദ്ദേഹം മാപ്പ് പറയണമെന്ന് രാജ്യം ആഗ്രഹിക്കുന്നുണ്ട്. അത് പറയണമെന്ന് ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടും. നമ്മൾ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ ഉത്കണ്ഠപ്പെടേണ്ട. ഇത് ഉത്കണ്ഠ ഇന്ത്യയിലെ പ്രതിപക്ഷ നിരയുടെ ഏറ്റവും ശക്തി കൂട്ടുന്നത് തന്നെയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തെ കൈകാര്യം ചെയ്തത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാടുകൾ എന്തായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഇഷ്യൂസിനോടാണ് നിലപാട്. വിദ്യാർത്ഥികളും യുവജനങ്ങളും നടത്തിയ പോരാട്ടമാണ്. അത് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിന്റെ മാത്രം പോരാട്ടമല്ല. എന്ന് വെച്ച് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ ഞങ്ങൾ കുറച്ച് കാണുന്നുമില്ല. അപ്പോൾ ഇത് കൂട്ടായിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല. അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇതാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്. ഇത് ഞങ്ങൾ ആദ്യം പറഞ്ഞപ്പോൾ അന്ന് ഒരുപാട് നിഷേധങ്ങൾ വന്നു. അങ്ങനെയല്ല, സേവനം നടത്തിയതിന്റെ പേരിൽ സേവനത്തിന് കൊടുത്തിയ പ്രതിഫലമാണെന്ന്. ഇത് ഞങ്ങൾ ആദ്യമേ പറയുന്നത്, ഈ കേസുണ്ടായപ്പോൾ ആദ്യമേ പറയുന്ന കാര്യം തന്നെയാണ്. ഇത് മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് നടന്നിരിക്കുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് തെളിഞ്ഞു എന്നുള്ളതല്ലേ ഇതിന്റെ അകത്ത് മനസ്സിലാവാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണം നടക്കുകയല്ലേ, അത് നടക്കുന്ന മുറക്ക് നടക്കട്ടെ.
മാറി വരുന്നതല്ലേ ഉള്ളൂ. അവർക്ക് പഴയ ഹാങ് ഓവർ ഉണ്ട് പഴയ പോലീസുകാർക്ക്. ഞാൻ പ്രവീൺ ഇപ്പം എന്നോട് പറഞ്ഞു, അത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്. 2 മാസമല്ലേ ആയുള്ളൂ, അതുകൊണ്ടാണ് ഹാങ് ഓവർ ഉണ്ട്, കിടക്കുകയാണ്. 10 കൊല്ലമായിട്ടുള്ള ഹാങ് ഓവർ കിടക്കുന്നതുകൊണ്ട് ചില പോലീസുകാർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. അത് വെളുക്കുന്നുള്ളത് അവർക്ക് ബോധ്യപ്പെടും. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ എങ്ങനെയാണോ അവർ കൈകാര്യം ചെയ്യേണ്ടത്? ഓക്കെ, പരാതി കൊടുത്താൽ പോലീസ് അന്വേഷിക്കണമല്ലോ. അവരെന്തെങ്കിലും കൈയേറ്റം ചെയ്തതായിട്ട് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും സമരം ചെയ്യുന്നവരോട് ഇതൊരു പാഠം തന്നെയാണ് എല്ലാവർക്കും. അത് ഡൽഹി പാഠമാണ്. സമരം ചെയ്യുന്നവരോട്, വിദ്യാർത്ഥികളായാലും ചെറുപ്പക്കാരോടായാലും, അവരോട് പോലീസ് നടത്തേണ്ട സമീപനത്തിൽ കൃത്യമായ മാറ്റം ഉണ്ടാകണം എന്നുള്ളൊരു ഒരു പാഠം കൂടിയാണ് നമ്മുടെ ഈ സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്. അത് നമുക്കും ബാധകമാണ്. നിങ്ങൾ ചർച്ച ചെയ്യും എന്നല്ലാതെ ഞാനത് പറയാൻ ഒരാശങ്കയില്ല. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ലല്ലോ ഈ പോരാട്ടത്തിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലോട്ട് എത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളെ തല്ലിച്ചതക്കുന്നു കണ്ടപ്പോൾ അതൊരു സാധാരണ പ്രതിഷേധം കൊണ്ട് തീരേണ്ടതല്ല, അസാധാരണമായ പ്രതിഷേധം വേണം എന്ന് മനസ്സിലാക്കിയിട്ട് സുരക്ഷാ വലയങ്ങളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് മുന്നിലേക്ക് ഓടിയെത്തി അവിടെ ഇരുന്ന് നടത്തിയ സമരം ലോകം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുള്ളതാണ്. ലോക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ രാഹുൽ ഗാന്ധി തന്നെയാണ് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ പേപ്പർ ലീക്ക് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം പോകുന്നിടത്തെല്ലാം പറയുന്നത് ഇത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും പാർട്ടിയുടെ പേര് പറഞ്ഞതിനോ ഏതെങ്കിലും സംഘടനകളുടെ പേര് പറഞ്ഞതിനോ യാതൊരു വിമുഖതയും ഇല്ല, വിഷമവും ഇല്ല. പക്ഷേ ഇത് ഞങ്ങൾ ഉറപ്പിച്ച് പറയുന്നു, ഇത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഏതെങ്കിലും സംഘടനകൾക്ക് അതീതമായി ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവതയും നടത്തിയ പോരാട്ടത്തിന്റെ വിജയമാണ് എന്നുള്ളത് പറയുമ്പോൾ അത് മറ്റാരെങ്കിലും കുറച്ച് കാണിക്കാനാണെന്ന് തെറ്റിദ്ധരിക്കുന്നത് തെറ്റായ കാര്യമാണ്. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്. തീർച്ചയായിട്ടും അവകാശ ലംഘനമാണ്. പ്രതിപക്ഷ നേതാവിന്റെ മൂക്കിൽ നിന്ന് ചോര വരുന്ന രംഗമല്ല. ഞാൻ അടുത്തേൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, ചോര വന്നിട്ടിരുന്നു. ഞങ്ങൾക്കെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ടാണ് അത് പറയാത്തത്? രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പരിക്ക് ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. പക്ഷെ പാവപ്പെട്ട കുട്ടികളെ തല്ലിയ രീതിയാണ് ഇന്ത്യ ചർച്ച ചെയ്യേണ്ടതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. ആ ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ഇതുപോലെയാണോ കുട്ടികളോട് നേരിടേണ്ടത്? പെൺകുട്ടികളെ ആരാ തല്ലുന്നത്? പുരുഷ പോലീസുകാർ. തലസ്ഥാന നഗരത്തിന് ഇത്തരം സംഭവം ഉണ്ടാവാറുള്ള രാജ്യത്തിന് തന്നെ നാണക്കേടല്ലേ? അപ്പോൾ നരേന്ദ്രമോദി 56 ഇഞ്ചും വെച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. ഇനി കൃത്യമായിട്ടും ഇന്ത്യയിലെ ജനങ്ങളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാർക്കും മോഡിക്ക് കൃത്യമായിട്ടുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ശ്രമിക്കണം. അതല്ലാതെ പ്രശ്നമുണ്ടാക്കുന്നവരെ തല്ലി തീർത്തിട്ടും അവരെ കളിയാക്കിയിട്ടും അവരെ അപഹസിച്ചുമല്ല മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഭരണാധികാരികൾക്ക് മുന്നറിയിപ്പാണ് മോഡിക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അതെല്ലാം അവർ ശ്രദ്ധയപ്പെട്ടപ്പോൾ തന്നെ തിരുത്തിയിട്ടുണ്ട്. ടെൻഡർ വിളിക്കാൻ തീരുമാനിച്ചായിട്ടാണ് ഇന്നലെ കളക്ടറിനോട് പറഞ്ഞത്. ഒരു ടെൻഡർ വിളിക്കും, ഓപ്പൺ ടെൻഡർ വിളിച്ചിട്ടേ ഉള്ളൂ. അത്തരം അപാധകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധയപ്പെടുത്തിയത് നന്നായി. അത് അവർ തിരുത്തുന്നതാണ് എൻ്റെ വിശ്വാസം.